നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ തമ്പനെയിൽ കണ്ടപ്പം മനസ്സിലായി കാണും, ശുഭ ഈ ഒരു കാറ്റഗറിയിലോട്ട് മാറിയോ, ശുഭ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ 12 വീഡിയോ ഇട്ടില്ലേ, അന്ന് മുതൽ മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ശുഭ ഇതും കൂടെ ഒന്ന് പറയുമോ എന്ന് കുറേ ദിവസമായിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയും വാട്സപ്പിൽ വന്നിട്ട് ശുഭ ഇതും കൂടെ ശുഭ, നമ്മൾ ലേഡീസ് അല്ലേ, നമ്മുടെ മനസ്സെല്ലാം ഒന്നല്ലേ, ഒരു പെണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ 1-2 എന്ന് ഞാൻ എഴുതിയത് എനിക്ക് നടന്ന കാര്യം ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ ആരുടെ അടുത്തും ചോദിച്ചില്ല, പറഞ്ഞുമില്ല, എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞുമില്ല. ഞാൻ നിങ്ങളുടെ അടുത്തങ്ങ് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ഒരു കാര്യം ഇത് ഇടണോ എന്ന് ഞാൻ ഒരുപാട് എൻ്റെ ഏറ്റവും വലിയ സബ്സ്ക്രൈബറായ ഒരു ചേച്ചിയുടെ അടുത്തൊക്കെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. ചേച്ചി ഇടണോ, ഞാൻ ഈ ഒരു കാറ്റഗറിയിലോട്ട് മാറുമോ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ആലോചന ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. നമ്മൾക്ക് നമ്മുടെ സ്വർണം പണയം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ, അതായത് സ്വർണ്ണപ്പണയം വെച്ചതിന് ശേഷം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു കൊണ്ടും നമുക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആയത് കേട്ടോ. അപ്പം ആ ഒരു ചേച്ചി 66 വയസ്സുണ്ട്. ആ ചേച്ചിക്ക് എന്നോട് പേരൊന്നും വെളിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞു, സ്ഥലം പറഞ്ഞോളാൻ പറഞ്ഞു. മാർത്താണ്ഡം എന്നാണ് ആ സ്ഥലം കേട്ടോ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം സാധിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കിയില്ല, നിങ്ങളെന്നെ തല്ലാൻ വരരുത്, ഞാൻ ചെയ്ത് നോക്കിയില്ല. എനിക്ക് നമുക്ക് നോക്കാം. അതായത് വെള്ളിയാഴ്ചയാണ് ഇന്നിപ്പോൾ ഏത് ദിവസമാണ്, ഇന്ന് തിങ്കളല്ല, ഇന്ന് മൺഡേ ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേ ആണ് ഇത് ചെയ്യുന്നത്. ഫ്രൈഡേ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പൂജാമുറി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ആണെങ്കിലും ഒരു വിളക്ക് വയ്ക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്തോട്ട് നല്ല വൃത്തിയുള്ളൊരു നല്ലൊരു ബൗള്, ഇപ്പം അതിനായിട്ട് ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, നല്ലതായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകി ഒരു ബൗളെടുത്ത് വെക്കുക. അതായത് നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കണം എന്നാണ് പറഞ്ഞത്. വിളക്ക് ഇങ്ങനെ ഒരു തിരിയാണെങ്കിൽ ഒരു തിരി, അല്ലെങ്കിൽ 2 തിരി ഇട്ട് കത്തിക്കുന്നവർ, 5 തിരി ഇട്ട് കത്തിക്കുന്നവർ, എങ്ങനെയാണേലും കുഴപ്പമില്ല, അതങ്ങനെ കത്തിച്ച് വയ്ക്കണം. കത്തിച്ച് വെച്ചിട്ട് ഒരു ബൗളെടുത്ത് അവിടെ വെച്ചിട്ട് കല്ലുപ്പ്, ആ ബൗള് നിറച്ച് കല്ലുപ്പിടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്കരയ്ക്കുന്ന മഞ്ഞൾപ്പൊടിയൊന്നും അല്ല, നമ്മൾ അമ്പലത്തിലേക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ശുദ്ധമായ മഞ്ഞൾപ്പൊടി അതിൻ്റെ മേളിൽ, ഉപ്പുകല്ലിൻ്റെ മേളിൽ ഇങ്ങനെ വിതറുക. എന്നിട്ട് 1 രൂപ നാണയം അതിൻ്റെ മേളിൽ വയ്ക്കുക. 1 രൂപ നാണയം അതിൻ്റെ മേളിൽ വയ്ക്കുക. എന്നിട്ട് ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. ആ നെയ്യ് ഒഴിച്ച് കത്തിച്ച ആ ഒരു തിരിയിൽ നോക്കി നമ്മൾ ഇത്രയും ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ സ്വർണ്ണപ്പണയം എല്ലാം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കണേ, നമ്മുടെ സ്വർണ്ണപ്പണയം എല്ലാം തിരിച്ചെടുക്കാൻ അങ്ങനെ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിച്ച് അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. പിന്നെ സൺഡേ ആകുമ്പോൾ, അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം, 3-ാം പൊക്കം നമ്മൾ ഇത് അതുപോലെ എടുത്ത് നമ്മൾ എവിടെയാണോ നമ്മുടെ സ്വർണ്ണം ഇല്ലെങ്കിലും നമ്മൾ പണമാണെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ അല്ലേ, ആരുടെ കയ്യിലാണ് ക്യാഷ് ആയിട്ടുള്ളതല്ലേ, എങ്കിലും നമ്മളൊരു 100 രൂപയെങ്കിലും വെക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ, അലമാരിക്കകത്തോ എവിടെയാണേലും. ഈ ബൗളോടുകൂടി ഈ ഉപ്പുകല്ലും ഈ മഞ്ഞൾപ്പൊടി 1 രൂപയോട് അതേപോലെ എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കുക. ഈ പണം നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ട് വയ്ക്കുക. 41-ാം ദിവസം നമ്മുടെ സ്വർണ്ണം മുഴുവൻ പണയം എടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഈ ഒരു ചേച്ചി കുറേ അന്ന് ആ 12 എഴുതി അന്ന് മുതൽ എൻ്റെ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനും ഒരുപാട് സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എവിടെയും പറയാം. നമ്മുടെ വീട് മേടിച്ച സമയത്ത്, നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത്, ഞങ്ങൾ നേരത്തെ ഒരു വീട് വാങ്ങിച്ചിരുന്നു കേട്ടോ. നമ്മുടെ
പാമ്പാടിയിൽ ആ ഒരു ഭാഗത്തായിട്ട് അന്ന് എൻ്റെ 25 പവനാണ്. അതായത് എൻ്റെ വലിയ 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 കാര്യങ്ങൾ മൊത്തത്തോടെ നമ്മൾ ട്രിവാൻഡ്രം ചെമ്മണ്ണൂരെന്നാണ് നമ്മൾ ഗോൾഡ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടുന്ന് 25 പവന് അന്ന് വലിയ സാധനം അവിടെ തന്നെ കൊടുത്തു. അപ്പം നമുക്ക് ആ ഗോൾഡ് ഉപകാരപ്പെട്ടോ ഇല്ലയോ, പണയം വെച്ചില്ല, അന്ന് വിറ്റു. അന്ന് 430 രൂപയുള്ള ഒരു ഗ്രാമിന് കേട്ടോ. അന്ന് അത് വിറ്റു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഗോൾഡ് ഇട്ടാണ് ഇത്രയും നാളും നമ്മൾ ഓരോ കാര്യങ്ങളും എനിക്ക് എവിടെയും ആരുടെ മുന്നിൽ ഞെളിഞ്ഞു എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ബാക്കി കയ്യിലുള്ളത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ ഓരോന്നും നടന്ന് പോകുന്നത്. ഈ വീട് വാങ്ങിച്ചത് നമ്മൾ കോട്ടയം ടൗണിൽ ഇതുപോലെ ഒരു 3 സെൻറ്റ് ആണെങ്കിലും ഒരു വീട് നമുക്ക് വാങ്ങിച്ചത് ആ ഗോൾഡും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഗോൾഡ് പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ ആൻറ്റി എന്നെ സഹായിച്ച കാര്യം വീടിൻ്റെ സമയത്ത്. പിന്നെ നമുക്ക് ഹൗസിങ് ലോണുണ്ട് ഇപ്പോഴും. അങ്ങനെയൊക്കെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഗോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പണയം വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്ക് ഇപ്പം ഗോൾഡ് കുറേ ചാർത്തിക്കൊണ്ട് നടക്കുന്ന ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എന്നോട് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പുറകോട്ട് വലിക്കും, ഇങ്ങനെ വീട് മേടിക്കുന്ന സമയത്തൊക്കെ ഇതെങ്ങനെ നടക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് ലക്ഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക്, അതായത് ഞങ്ങൾ രണ്ടുപേരും തുഴഞ്ഞ് മക്കളെയും പഠിപ്പിച്ച് നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ നല്ല സിലബസിൽ പഠിപ്പിച്ച് അങ്ങനെ എന്തോരം ഫീസും കാര്യങ്ങളും, പിന്നെ റെൻറ്റ് കൊടുക്കണം. അത് 10,000 9,000 റെൻറ്റിന് കൊടുത്താണ് ഞങ്ങൾ കോട്ടയത്ത് താമസിച്ചത് കേട്ടോ, തിരുനക്കര അമ്പലത്തിൻ്റെ ആ ഭാഗത്തായിട്ട്. അങ്ങനെ ഒരു ടൈമിലൊക്കെ നമുക്ക് ഗോൾഡ് തന്നെയായിരുന്നു. നമുക്ക് ഇപ്പം ഇല്ലാത്ത സമയങ്ങളിലും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്തിനും ഗോൾഡ് തന്നെ പണയം. അത് തന്നെ ഞാൻ എവിടെയും എനിക്ക് നിന്ന് പറയാം. കാരണം എൻ്റെ ഗോൾഡ് ഇട്ട് നല്ല പോലെ കറങ്ങിയിട്ടുണ്ട്. പക്ഷേ 1 ഗ്രാം പോലും ഞാൻ വിറ്റ് കളഞ്ഞിട്ടില്ല. 1 ഗ്രാം പോലും ഞാൻ വിറ്റ് കളഞ്ഞിട്ടില്ല. നമ്മൾ വീടിൻ്റെ സമയത്ത് വെച്ച ടൈമിൽ നമ്മൾ ഓരോ വർഷവും അതിന് പലിശ അടയ്ക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, നമ്മുടെ ജീവിതം തന്നെ പലിശ അടച്ച് അങ്ങനെയാണല്ലോ എന്ന്. കാര്യം അത്രയ്ക്ക് മാത്രം പലിശ നമ്മൾ കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അത് കുറേശ്ശെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുമല്ലോ, നമ്മൾ കളയത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു മാർഗം മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്തേനെയും. സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നത്. അപ്പോൾ അവർക്കും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ ഇത് നടന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് നടന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. 41 ദിവസത്തിനിപ്പുറം അത് സാധിക്കും. ഈ 41 ദിവസം കഴിഞ്ഞ് സാധിച്ചില്ല എങ്കിൽ ഈ ഉപ്പ് നമ്മൾ ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഒഴുക്കി കളയണം. അല്ലെങ്കിൽ വാഷ് ബേസിനകത്ത് ഒഴുക്കി കളഞ്ഞാലും മതി. നമുക്ക് അതിന് പ്രത്യേക ഇതൊക്കെ ചവിട്ടാത്ത സ്ഥലമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഈ 41 ദിവസത്തിനിപ്പുറം തന്നെ നമുക്ക് കാര്യങ്ങൾ സാധിക്കും എന്നുമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരുടെയും സ്വർണ്ണങ്ങളൊക്കെ നമ്മൾ പണയം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നല്ല സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ആർക്കും പണയമൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇത് മക്കളുടെ പഠിത്തം, വീട് സ്വന്തമായിട്ട് വാങ്ങിക്കുക, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ സ്വർണ്ണത്തെ ആശ്രയിക്കും അല്ലേ. എൻ്റെ ഭൂരിഭാഗം എൻ്റെ സ്വർണ്ണം പണയം വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. സത്യമായിട്ട് നേരം എനിക്ക് അത് പറയുന്നതിന് മടിയില്ല കേട്ടോ നിങ്ങളുടെ മുന്നിൽ. കാരണം അതുപോലെ നമ്മൾ വീടിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ ഗോൾഡ് തന്നെയായിരുന്നു ആശ്രയം. പിന്നെ കുറേ ലക്ഷങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അത് നമ്മൾ അതുപോലെ സമ്പാദ്യമായിട്ടും ഒക്കെ സൂക്ഷിച്ച് നന്നായിട്ട്, നമുക്ക് എല്ലാവർക്കും സ്വർണം പണയം വെച്ചിട്ട് എടുക്കാതെ വരുമ്പോൾ ഉള്ള ഒരു ടെൻഷന് ലേഡീസിനെല്ലാം അറിയാം അല്ലേ. അത് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനുള്ളതൊന്നുമല്ല. നമുക്കത് കളയാതെ, നമ്മുടെ ഒരു മുതൽ കളയാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് വേണം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ വീടിൻ്റെ സമയത്ത് അത് വിൽക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ച് പൊട്ടന്മാർ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഗോൾഡിൻ്റെ വില എന്ത് വിലയാണ് ഇപ്പം ഗോൾഡിന്? എന്തിനാണ് പണയം വെച്ച് അത് വിറ്റങ്ങോട്ട് കാര്യം കാണാൻ മേലോരെന്ന് ചോദിച്ചാൽ ഓരോ പൊട്ടന്മാരും പൊട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നെവർ മൈൻഡ് കേട്ടോ. ഞാൻ എൻ്റെ സ്വർണ്ണം ഞാൻ എന്ത് കാണിക്കും, ഞാൻ അത് ഒന്നും 1 ഗ്രാം പോലും ഞാൻ കളയാതെ അത് ഓരോന്നും പണയം എടുത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആരും വിറ്റ് കളയരുത്. ഈ ഒരു സാധനമെന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് നടക്കാനല്ല. നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആവശ്യത്തിന് ധരിക്കുക, ബാക്കി അതൊരു നല്ല മുതൽക്കൂട്ടാണ്. ഇപ്പോൾ എന്താണ് വില? നമുക്ക് 1 ഗ്രാം മേടിക്കാൻ എന്ത് വിലയാകും ഇല്ലേ. അപ്പോൾ അത് കളയാതെ, അത് അങ്ങനെ പണയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പണയം വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ എടുക്കുന്നിടം വരെ നമുക്കൊരു ഇതല്ലേ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ചേച്ചി എൻ്റെ അടുത്ത് ഞാൻ 12 എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വീഡിയോയിൽ ഇങ്ങനത്തെ ഇടാനായിട്ട് 12 എനിക്ക് എഴുതി സാധിച്ചു, പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഇതിനോട് യോജിക്കുന്നില്ല. ഞാൻ അങ്ങനെ
പറഞ്ഞപ്പം പറഞ്ഞു, ശുഭേ നീ പറഞ്ഞ അത് വ്യക്തമായിട്ടാണ് പറയുന്നത്. 12 ഒരുപാട് പേര് അത് കഴിഞ്ഞ് ചെയ്യുന്ന കണ്ടു. പക്ഷേ നീ പറഞ്ഞത് വ്യക്തമായിട്ടാണ്, അത് മനസ്സിലായ രീതിയിലാണ്, എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പം ഈ സ്വർണ്ണപ്പണയം എടുക്കുന്ന ഈ 1 രൂപ കൊണ്ടുള്ള ഈ ഒരു പ്രയോഗം കൂടെ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊന്ന് പറ ചേച്ചി. കുറേ ദിവസമായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ആലോചിച്ചു. ഇപ്പോഴും ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, മോളെ എങ്ങനെയാടാ, ചെയ്യണോ? അപ്പം കൊച്ചാണേലും പറഞ്ഞു അമ്മ ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ചേച്ചിയുടെ വാട്സപ്പ് നോക്കുമ്പോൾ പിന്നെ എനിക്കൊരു ടെൻഷൻ. അങ്ങനെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. 41 ദിവസത്തിനകം നമുക്ക് സാധിക്കുമോ എന്ന് നോക്കാം. ഞാനും ഈ വെള്ളിയാഴ്ച മുതൽ തുടങ്ങാം കേട്ടോ. എന്തായാലും എൻ്റെ ഒരു ശകലം കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 41 ദിവസത്തിനുള്ളിൽ നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു തന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ കേട്ടോ. ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ടൊന്നും വരത്തില്ല. അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ എല്ലാവർക്കും അത് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ. അത്രയും ഒരു ഇതേ ഉള്ളൂ കേട്ടോ എനിക്ക്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നത്. അതായത് നമ്മുടെ ആദ്യ കാലങ്ങളിലാകട്ടോ 25 പവൻ വിറ്റത്. അത് വിറ്റു. പിന്നെ ബാക്കി കുറേ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ 1 ഗ്രാം പോലും ഞാൻ വിറ്റിട്ടില്ലെന്നാണ് പറഞ്ഞത്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങ് നമ്മളങ്ങ് അവിടെ തന്നെ കൊടുത്തുകൊണ്ട് ഒട്ടും കുറയാതെ നമുക്ക് കിട്ടി. പിന്നെ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. 1 ഗ്രാം പോലും ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു. 1 ഗ്രാം പോലും വിറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് 25 പവൻ വിറ്റു എന്ന് പറഞ്ഞതോന്ന്. അതുകൊണ്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത സമയത്ത് ഇത്രയും കൂടെ കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അന്ന് നമുക്ക് അത്രയും ബോധവും വിവരവും ഇല്ലാഞ്ഞ സമയത്ത് അന്ന് ആദ്യ സമയങ്ങളിൽ കൊടുത്തു എന്നാണ് പറഞ്ഞത് കേട്ടോ. ബാക്കി പിന്നെ ഇങ്ങോട്ട് നമ്മൾ കളഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കേട്ടോ. പണയം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാനായിട്ട് നോക്കണം. നമ്മുടെ നല്ലൊരു മുതൽക്കൂട്ടാണ് ഗോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സമയങ്ങളിൽ വില കൂടി വരുമല്ലേ. അതുകൊണ്ടാകട്ടോ ഇതും കൂടെ കൂട്ടിച്ചേർത്ത്. അപ്പോൾ ബൈ, നാളെ കാണാം.